ഹലോ ഗൈസ്, നമ്മളിന്ന് ഒരു ട്രിപ്പ് പോവാണ് ഫ്രണ്ട്സ് എല്ലാവരോടുമായിട്ട്. ഞാനും അനൂപും ബേബി മൂൺ പോകണമെന്ന് ഓർത്തിട്ട് നമുക്ക് നടന്നില്ല. കുറച്ച് കുഞ്ഞു സാഹചര്യങ്ങൾ കാരണം. പക്ഷേ എനിക്ക് തോന്നുന്നു ഇനി ബേബി വന്നിട്ടായിരിക്കും നമ്മൾ ഇതുപോലെ ഒരു ട്രിപ്പ് പോവുക. സോ ദിസ് ട്രിപ്പ് വിൽ ബി വെരി സ്പെഷ്യൽ ഫോർ മീ ആൻഡ് അനൂപ്. ഫ്രണ്ട്സ് എല്ലാവരുടെ ആയിട്ട് ജസ്റ്റ് ഒരു സ്റ്റേക്കേഷൻ, ഒരു ദിവസം പോയിട്ട് തിരിച്ചു വരും. അന്ന് അവിടെ സ്റ്റേ ചെയ്തിട്ട് വലിയ ദൂരത്തേക്കൊന്നും പോകുന്നില്ല. എനിക്ക് ഒത്തിരി ട്രാവൽ ചെയ്യാൻ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ നടക്കില്ല. പക്ഷേ ഐ എം വെരി എക്സൈറ്റഡ് ബിക്കോസ് ഇനി നെക്സ്റ്റ് ടൈം നമ്മൾ എല്ലാവരോടും ഇങ്ങനെ ട്രിപ്പ് പോകുമ്പോൾ ഒരു ചെറിയ സാധനം എല്ലാവരുടെയും കയ്യിൽ കൂടെ ഓടി നടക്കുന്നുണ്ടാവും. സോ എനിക്ക് അത് കാണാനും അതിലും കൂടുതൽ എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. പക്ഷേ എന്താ, പേരൻ്റ് ആവണതിന് മുന്നേ ഉള്ള ഒരു ലാസ്റ്റ് ട്രിപ്പ് ഇതായിരിക്കും. സോ ഐ എം വെരി എക്സൈറ്റഡ് ആൻഡ് ഭയങ്കര കണക്ഷനുള്ള ഒരു ട്രിപ്പായിരിക്കും ഇത് എന്നും. സോ നമുക്ക് ട്രിപ്പ് വിശേഷങ്ങളിലേക്ക്. ഇപ്പം രാവിലെ നല്ല ഗംഭീര ഫുഡാണ്. സത്യം പറഞ്ഞാൽ രാവിലെ പൂരിയും സബ്ജിയും ഒക്കെ കഴിച്ച സമയം മറന്നു കേട്ടോ. എൻജോയും ഡാഡിയും കുളിച്ചിട്ട് വന്നു. കുളിപ്പിച്ചോ? നല്ല മണമുണ്ടല്ലോ എന്റെ അച്ഛപ്പന്. എൻജോയ്ക്ക് കുളിച്ചു കഴിഞ്ഞാൽ ഒരു പ്രത്യേക സന്തോഷമാണ്. പിന്നെ ഒരു ചാട്ടവും ബഹളവും. അങ്ങനെ അവനെ റെഡിയാക്കി. സാറിന് പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്തു. പിന്നെ എവിടെയെങ്കിലും പോവുകയാണെന്ന് മനസ്സിലായ അവന് ഭയങ്കര സന്തോഷമാണ്. നമ്മുടെ പുറകേന്ന് മാറില്ല. അമ്മ വരുന്നില്ല എന്ന് പറഞ്ഞേ. 911 ഞാൻ അനുക്കൂട്ടനെ വിളിക്കും. അവരെ വിളിച്ചു പറഞ്ഞു. അമ്മയ്ക്ക് പരിചയമില്ലാത്ത സ്ഥലമായതുകൊണ്ട് ഒറ്റയ്ക്ക് ഇരുത്തിയിട്ട് പോകാനായിട്ട് നമുക്കും നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം എന്തെങ്കിലും എമർജൻസി വന്നാൽ എന്താ ചെയ്യേണ്ടതെന്ന് പെട്ടെന്ന് അറിയാൻ പറ്റില്ലല്ലോ. അങ്ങനെ നമ്മുടെ ജിവിൻ സാർ വന്നിരിക്കുന്നു. സീസൺ ചേഞ്ച് ആയതുകൊണ്ട് ഭയങ്കര കാറ്റാണ്. സത്യം പറഞ്ഞാൽ നമ്മളെ എടുത്തോണ്ട് പോകുന്ന കാറ്റായിരുന്നു വന്ന്. തരില്ല ഞാൻ. അല്ല. അങ്ങനെ നമ്മുടെ രേഷ്മയും സജിംറോയും എത്തിയിരിക്കുന്നു. അടുത്ത ആൾക്കാർ എത്തിയല്ലോ. ഇവർ ആക്ച്വലി നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ മുകളിലാണ് താമസിക്കുന്നത്. നമ്മൾ 17ാമത്തെ നില, ഇവർ 38ാമത്തെ നില. ശ്രുതി കണ്ടപ്പോൾ എന്തൊക്കെയൊക്കെയോ ഒരു ചേഞ്ചസ്. കണ്ണില്ല ലെൻസ്, മുടിയിൽ കളർ, മറ്റേ ലോക ഇൻസ്പയർഡ് കാണിക്കും. ശ്രുതി ലെൻസ് വെച്ചത് കണ്ടോ? ലെൻസും കളറും ചെയ്തു എന്ന് എല്ലാവരും പറഞ്ഞാൽ പിന്നെ പറയണ്ടല്ലോ, ട്രോളോട് ട്രോള്. അങ്ങനെ നമ്മൾ ഇറങ്ങിയേ 3 കാറിലായിട്ട് ഡിവൈഡായിട്ടാണ് പോയത്. നമ്മുടെ കാറിൽ രേഷ്മയും എൻജോയും ബാക്കിൽ. പോകുന്ന വഴി കുറച്ച് നല്ല സ്പോർട്സ് പ്ലാൻ ചെയ്ത് വെച്ചിട്ടായിരുന്നു നമ്മൾ ഇറങ്ങിയത്. ഈ ഒരു ട്രിപ്പിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്. 4 സീസണും നമുക്ക് 2 ദിവസം കൊണ്ട് കാണാൻ പറ്റി. ഇപ്പൊ കണ്ടില്ലേ, ചെറിയ ചാറ്റൽ മഴ. താഴെ കിടന്നു. എൻസോ നോക്ക്, ക്യാമറ നോക്ക് എൻസോ. അവന്റെ മുഖം കണ്ടോ? സത്യം പറഞ്ഞാൽ എൻ്റെ കൂടെ ഫോട്ടോ എടുക്കുന്നത് തന്നെ അവന് ഇഷ്ടമല്ല. അപ്പോൾ രേഷ്മ ഫോട്ടോ എടുക്കാൻ വേണ്ടി വിളിച്ചതിൻ്റെ എക്സ്പ്രഷനാണത്. എന്നെ ഇതിൽ നിന്നൊക്കെ ഒന്ന് രക്ഷിച്ചുകൂടെ എന്നുള്ളൊരു എക്സ്പ്രഷൻ. ഒരാഴ്ചയായിട്ട് ഇവിടെ മഴ തന്നെ മഴയാണ്, എസ്പെഷ്യലി ഈ വാൻകൂവർ സൈഡ്. പക്ഷെ ചിലപ്പോൾ നമ്മൾ പോകുന്ന വഴി മഴ മാറാൻ സാധ്യതയുണ്ട്. നമ്മൾ പോകുന്നത് സൺഷൈൻ വാലി എന്ന സ്ഥലത്തേക്കാണ്. യൂഷ്വലി കെലോണ പോകുമ്പോൾ 2 റൂട്ട് എടുക്കാം.
അതിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റൂട്ടാണ് സൺഷൈൻ വാലി വഴി പോകുന്നത്. ഡിസ്റ്റൻസ് കുറച്ച് കൂടുതലാണ്, പക്ഷേ സീനറി വൈസ് അടിപൊളിയാണ്. രേഷ്മ രാവിലെ ഫുഡ് കഴിച്ചില്ല എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ ടിം ഹോർട്ടൻസിൽ കയറി എന്തെങ്കിലും കഴിക്കാൻ ഓർത്തു. താങ്ക്സ് ഗിവിംഗ് സ്റ്റാക്ക് ഉണ്ട് കേട്ടോ. താങ്ക്സ് ഗിവിംഗ് സ്റ്റാക്ക് എന്താന്ന് അറിഞ്ഞൂടാ. എന്താ എഴുതിയിരിക്കുന്നത്? പോയോ? ക്രേവബിൾ റാപ്സ്. അതിനകത്ത് ചിക്കൻ മാത്രമാണോ? ബീഫ് ഉണ്ടോ? ടർക്കി കാണും. താങ്ക്സ് ഗിവിംഗ് ആയതുകൊണ്ട് അത് വന്നു. എനിക്ക് വേണ്ട. എനിക്കും ടർക്കി വേണ്ട. അല്ല, ഓർഡർ വീഡിയോ ഞാൻ എടുത്തോളാം. തീരുമാനിച്ചിട്ടുണ്ട്. തീരുമാനിച്ചോ? വാങ്ങി വെച്ചോ. 247 അല്ലേ? പക്ഷെ ഭയങ്കര ചെറുതാ. കാനഡയുടെ സ്വന്തം ടിം ഹോർട്ടൻസിൽ പോയി ചായ കുടിക്കാം. നമ്മൾ കുറച്ച് നേരത്തെ എത്തിയിരിക്കുന്നു ഗൈസ്. അപ്പോൾ ബാക്കിയുള്ളവർ വരാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ടിം ഹോർട്ടൻസിൽ വന്ന് ചായയും ലഞ്ചും കുടിക്കാം. അനുകൂട്ടൻ ഫുഡും കൊണ്ട് പോയാ. ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ ബ്രൈഡൽ വെയിൽ ഫോൾസ് ആണ്. ക്ലൗഡി ആണെങ്കിലും ആ കോട മൗണ്ടൻസിലേക്ക് ഇറങ്ങി വരുന്നത് കാണാൻ നല്ല രസമല്ലേ. പണ്ട് മൂന്നാറൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ കോട കാണുമ്പോൾ അച്ഛൻ വണ്ടി നിർത്തി ഫോട്ടോ എടുക്കുമായിരുന്നു. അതേപോലെ എനിക്ക് തോന്നി. എൻജോ നമ്മുടെ കൂടെ കൂടിയിട്ടാണോ അതോ ജന്മന ഇങ്ങനെയാണോ എന്നറിയില്ല. എവിടെയെങ്കിലും പോയി അവൻ ആസ്വദിക്കുന്ന കാണുമ്പോൾ നമുക്കും ഇങ്ങനെ ആസ്വദിക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് ഓർക്കാറുണ്ട്. അങ്ങനെ എല്ലാവരും ബ്രൈഡൽ വെയിൽ ഫോൾസിൻ്റെ പാർക്കിങ്ങിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ഇവിടെ നിന്നൊരു 15 minutes ഹൈക്ക് ഉണ്ട്. ഹൈക്ക് എന്നൊന്നും പറയാൻ പറ്റില്ല, ചെറിയൊരു സ്ലോപ്പ്. നമ്മുടെ ഗാങ്ങിൽ ആദ്യമായിട്ട് പ്രഗ്നൻ്റ് ആവുന്നത് ഞാനായതുകൊണ്ട് എല്ലാവർക്കും എൻ്റെ അടുത്ത് ഭയങ്കര കെയറിങ് ആണ്. സോ ഈ 15 minutes വാക്ക് എനിക്ക് നടക്കാൻ പറ്റുമോയെന്ന് എല്ലാവർക്കും ഭയങ്കര പേടിയായിരുന്നേ. പിന്നെ ഇവരെല്ലാവരും ഉണ്ടല്ലോ തമാശയൊക്കെ പറഞ്ഞ് ജോളി അടിച്ച് നടക്കുമ്പോൾ 15 minutes കയറ്റം കയറുന്നതെല്ലാം സുഖമായിട്ട് കയറാൻ പറ്റും. അതിൻ്റെ ഇടയിൽ കാർത്തിഫ് ഉണ്ടെന്ന് അറിഞ്ഞതിൻ്റെ ബഹളമാണ് അടുത്ത വീഡിയോയിൽ കാണാൻ പോകുന്നത്. പുതിയ പരിപാടിയാ. കയറ്റം കയറിയിട്ട് എന്ത് തോന്നുന്നു കുട്ടിച്ച? തിരിച്ചിറങ്ങണമല്ലോ എന്ന് ആലോചിക്കുമ്പോ എന്ത് തോന്നുന്നു? ഇത് നിനക്ക് ബുദ്ധിമുട്ടാവുമെന്നൊരു തോന്നല്ലേ? എനിക്ക് ഒരു തോന്നല്. തേർഡ് ട്രൈമസ്റ്റർ ആയപ്പോൾ തൊട്ട് വെറുതെ നടക്കുമ്പോൾ പോലും എൻ്റെ ശ്വാസം വെളിയിൽ കേൾക്കാം. അത്ര വലിയ ഹൈക്കൊണ്ടായിട്ടൊന്നും അല്ല കേട്ടോ. വീഡിയോയുടെ ബാക്കിലൊക്കെ എൻ്റെ ശ്വാസമാണ് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്. കരടി വരുമോയെന്നറിയില്ല. ഞാൻ ബാക്കിലാ. എന്നെ ഇടയ്ക്കിടയ്ക്ക് നോക്കണേ. ഞാൻ ഉണ്ടോ ബാക്കിലെന്ന്. ആക്ച്വലി തമാശ പറഞ്ഞതല്ല. ഇവിടെ കരടിയുടെ ശല്യം വളരെ കൂടുതലാണ്. നമ്മളൊരു തവണ റോഡിൽ കണ്ടിട്ടുണ്ട് കരടികളെ. പക്ഷെ നമ്മൾ അങ്ങോട്ടൊന്നും ചെയ്യാണ്ട് തിരിച്ചൊന്നും ചെയ്യില്ല എന്നാണ് എല്ലാവരും പറയാറ്. പിന്നെ എൻജോയ്ക്ക് ഇതേപോലെ കുറേ ഫ്രണ്ട്സിനെയും കിട്ടി. ഫോൾസിൻ്റെ അങ്ങോട്ടേക്ക് കുറച്ചും കൂടി ഹൈക്ക് ഉണ്ടായിരുന്നു. സോ ഞാനും കുറച്ച് പേരും താഴെ നിന്നു. ബാക്കി കുറച്ച് പേര് മുകളിൽ കയറി കാണാമെന്നും പറഞ്ഞ് പോയി. ബാക്കിലെ വാട്ടർഫോൾസ് കണ്ടോ? ബ്രൈഡ്സിൻ്റെ വെയിൽ പോലെയില്ലേ? അതുകൊണ്ടാണ് ബ്രൈഡൽ വെയിൽ ഫോൾസ് എന്ന് ഇവിടെ പറയുന്നത്. എന്താ ഗൈസ് നിങ്ങൾക്ക് അറിഞ്ഞേ? ഞാൻ പോയവരിൽ അങ്ങനെ 2 പേര് തിരിച്ചു വരുന്നുണ്ട്. ആക്ച്വലി മുകളിൽ കയറിയ നല്ല വ്യൂ ആണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ഞാൻ ഇത് ആദ്യമായിട്ടാണ് ഇവിടെ പോകുന്നത്. ട്രെക്ക് ചെയ്യുന്നതിൻ്റെ പ്രശ്നമല്ല, പിന്നെ തെന്നി കിടക്കുമല്ലേ, വെറുതെ റിസ്ക് എടുക്കണ്ടല്ലോ എന്ന് ഓർത്തുകൊണ്ടാണ് ഞാൻ പോവാൻ. എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? നാക്കൊക്കെ കുഴയുന്നുണ്ടല്ലോ. അത്രയ്ക്ക് പ്രാർത്ഥിച്ചു. അയ്യോ, എൻജോയ്ക്ക് കാടും മണ്ണും വെള്ളവും എല്ലാം കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ്.
അതുകൊണ്ട് അവൻ തുള്ളിച്ചാടി കയറുകയും തുള്ളിച്ചാടി ഇറങ്ങുകയും ചെയ്യും. പക്ഷെ അവനെ പിടിച്ചാൽ നമ്മുടെ ബാലൻസ് കൂടി പോവും. സജിൻ ബ്രോയും അനൂപും ഒരു വിധത്തിലാണ് താഴേക്ക് വരുന്നത്. പക്ഷെ ദേ എൻജോയ് കണ്ടില്ലേ, തുള്ളിച്ചാടി തുള്ളിച്ചാടി ഇറങ്ങുന്നു. അവൻ പല വഴി കൂടെയും ഇറങ്ങി കാണിക്കുന്നുണ്ട്, എന്നിട്ട് തിരിച്ചു കയറി ഇവരെ വിളിക്കുന്നുമുണ്ട്. പക്ഷെ ഇവൻ്റെ പ്രായമല്ലല്ലോ അവർക്ക്. എങ്ങനെ? പക്ഷെ ഞാൻ ഇവിടെ വന്നിട്ട് കണ്ടേക്കുന്ന ഒരു കൾച്ചറാണ്, എത്ര മഴയുണ്ടെങ്കിലും എത്ര വെയിലുണ്ടെങ്കിലും എത്ര മഞ്ഞുണ്ടെങ്കിലും ഇവർക്ക് ട്രെക്കിംഗ് ഭയങ്കര ഇഷ്ടമാണ്. സാറ്റർഡേ സൺഡേ ഒക്കെ ട്രെക്കിങ്ങിന് പോകുന്ന കാണാം. മാത്രമല്ല നമ്മൾ പോകുന്ന പോലെ വെറും കൈയോടെയല്ല പോകുന്നത്. ചിലപ്പോൾ മുകളിൽ പോയിട്ട് ക്യാമ്പ് ചെയ്യാനായിട്ടുള്ള ടെൻറ്റും, ലേക്ക് ഉണ്ടെങ്കിൽ ബോട്ടിങ്ങിന് പോകാനായിട്ടുള്ള കെനോയും, പിന്നെ ക്യാമ്പ് ഫയറും ഫുഡും എല്ലാം തലയിൽ വെച്ചുകൊണ്ടായിരിക്കും ഹൈക്ക് ചെയ്യുന്നത്. പക്ഷെ നമ്മളെക്കാളും സ്പീഡിൽ തന്നെ പോവുകയും ചെയ്യും. കരടി വരാതിരിക്കാനായിട്ട് ബെയർ സ്പ്രേയും കരുതിയിട്ടുണ്ടാവും അവർ. എൻ്റെ പൊന്നോ, എൻജോയുടെ ഓട്ടം കണ്ടിട്ട് എനിക്ക് തന്നെ പേടിയാവുന്നു. അവൻ്റെ ഓട്ടം സഹിക്കാൻ വയ്യാണ്ട് അനൂപത അവനെ പിടിച്ച് കയ്യിലാക്കിയിട്ടോ. എനിക്ക് ഈ വെള്ളം ഇങ്ങനെ ഒഴുകുന്ന ഒച്ച ഭയങ്കര കാമിങ് ആൻഡ് റിലാക്സിങ് ആയിട്ട് തോന്നാറുണ്ട്. അതേപോലെ തന്നെയാണ് മഴ പെയ്യുമ്പോഴുള്ള ഒച്ചയും. നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ ഒഥല്ലോ ടണൽ. തകർപ്പൊക്കെ കഴിഞ്ഞ് ചെളിയും പിടിച്ച് കിടക്കുവാണ് അവള് നമ്മുടെ. അതിന് ഫുള്ള് ചെളിയാണോ? ഒന്നടിച്ചു കാണിക്കുന്നു. ചെളിയോ? മണ്ണും വെള്ളവും കൂടി ചേരുന്നതാണ് ചെളി. നോക്ക് മൗണ്ടന്റെ മുകളിലൊക്കെ മഞ്ഞ് വീണു തുടങ്ങി. പൗഡർ ഇട്ട പോലെയില്ലേ? അങ്ങനെ സമ്മറൊക്കെ മാറി വിന്ററായി. അതായത് നമ്മൾ വന്നപ്പോ ഇല്ലായിരുന്നല്ലോ, അതാണ് ഉദ്ദേശിച്ചത്. ഞാൻ ഫ്രണ്ടില് എൻസോ, നീ എല്ലാം കാണുന്നുണ്ടോ? എനിക്കാണെങ്കിൽ ഇങ്ങനെ ഫോൺ തന്നിട്ട് പോയതാ, ഞാൻ ഇങ്ങനെ പിടിച്ചേക്കുന്നത്. ഇതാണ് ഒഥല്ലോ ടണലിലേക്ക് പോകുന്ന വഴി. കഴിഞ്ഞ തവണ അമ്മ അച്ഛനും വന്നപ്പോഴാണ് നമ്മൾ ആദ്യമായിട്ട് ഇവിടെ വന്നത്. ഇപ്പൊ ഫോൾ സീസണും കൂടി ആയതുകൊണ്ട് നല്ല കളർഫുൾ ആയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടോ? കഴിഞ്ഞ തവണ വന്നതും ഇത്തവണ വന്നതും തമ്മിൽ എന്താ വ്യത്യാസം? കഴിഞ്ഞ ബേബി വൈറ്റില്, അടുത്ത ബേബി വെളിയിൽ സ്ട്രോളറിൽ പിടിച്ചിട്ടുണ്ടല്ലേ. ഇവിടെ ഒരു സാധനം തൂക്കിയിട്ടിട്ടുണ്ടാവും. ഇതാണ് ഗൈസ് നമ്മുടെ ഒഥല്ലോ ടണൽ. കഴിഞ്ഞ തവണ വന്നപ്പോൾ ഒരു ടണൽ മാത്രമേ തുറന്നിട്ടുണ്ടായിരുന്നുള്ളൂ. ടോട്ടൽ 5 ടണൽസ് ഉണ്ട്. അതിൽ ബാക്കി ടണൽസ് എല്ലാം ക്ലോസ് ചെയ്തിട്ടേക്കുമായിരുന്നു. ടോട്ടൽ ടണൽസ് വരെ പോയിട്ട് തിരിച്ചു വരാൻ 7 കിലോമീറ്റർ അടുത്തുണ്ട്. പക്ഷെ വണ്ടർഫുൾ വ്യൂസ് ആണ്, പിന്നെ സ്ലോപ്പുമില്ല. സോ പെട്ടെന്ന് നടന്നു വരാൻ പറ്റും. എൻ്റെ മെഷർമെൻറ്റ് ശരിയാണെങ്കിൽ ഒരു 100-150 മീറ്റേഴ്സ് ആയിരിക്കും ഒരു ടണൽ. സോ അത്രയും ഡാർക്കായിട്ട് വന്നിട്ട് പെട്ടെന്ന് നമ്മൾ ആ ബ്രിഡ്ജിലേക്കും വാട്ടറും കാണുമ്പോൾ നല്ല രസമാണ്. പാട്ടുകാരൻ കൊള്ളാല്ലേ? നമ്മളിവിടെ വരെ വന്നോളൂ, അപ്പുറത്തേക്ക് ഇത് അടച്ചേക്കുമായിരുന്നു. ഈ ഹൈവേ ഡിസൈൻ ചെയ്ത എഞ്ചിനീയർ ഒരു ഷേക്സ്പിയർ ഫാനായിരുന്നു. അതുകൊണ്ടാണ് ഓരോരോ സ്റ്റോപ്സിലും ഹൈവേയിലും ഒക്കെ ഷേക്സ്പിയറിന്റെ നോവൽസും ക്യാരക്ടേഴ്സും നെയിമായിട്ട് വന്നിരിക്കുന്നത്. ഒരാളൊരു കുരുത്തക്കേട് തുടങ്ങിയാൽ പിന്നെ അതങ്ങ് കണ്ടിന്യൂ ചെയ്തു. സോ
ആസ്വദിക്ക് എടുക്കണില്ലേ? ഈ വെള്ളം മൂവ് ചെയ്യുന്ന ഒച്ച നല്ല രസമില്ലേ കേൾക്കാൻ? പിന്നെ ഈ ബ്രിഡ്ജ് എനിക്ക് നല്ല ഇഷ്ടമായി. നല്ലൊരു ഫ്രെയിം അല്ലേ? നമ്മളിവിടെ നിന്ന് കുറേ ഫോട്ടോസ് എടുത്തായിരുന്നേ. നീ കുഴപ്പമില്ല. ഇത് നെക്സ്റ്റ് കേവ് ആണ്. പക്ഷെ ഇതിനകത്ത് കുറേ ആർച്ചസ് കൊടുത്തിട്ടുണ്ട് താഴേക്ക് കാണാനായിട്ട്. കൊള്ളാല്ലേ? അമ്മയും കൊണ്ട് വരാം. ഓക്കെ, ഇനി നമുക്ക് അധികം സ്റ്റോപ്സ് ഒന്നുമില്ല. നമ്മൾ നേരെ സൺഷൈൻ വാലിയിലേക്ക് സ്റ്റേയുടെ അടുത്തേക്ക് പോവാണ്. ഇതൊരു ഗേറ്റഡ് പ്രോപ്പർട്ടി ആയിരുന്നു. അവിടെ കുറേ കുഞ്ഞു കുഞ്ഞു എയർബിഎൻബീസ് ഉണ്ടായിരുന്നു. പിന്നെ ഒബ്വിയസ്ലി ഇതും കാടിൻ്റെ നടുക്കായതുകൊണ്ട് കരടിയുടെ ശല്യം ഉണ്ടാവാൻ ചാൻസ് ഉണ്ടെന്ന് വാർണിംഗ് ഉണ്ടായിരുന്നു. ഓരോ എയർബിഎൻബിയിലെ കീസ് ഇവിടെ നമ്പർ ലോക്ക് ചെയ്തിട്ടിട്ടുണ്ടേ. സോ നമ്മുടെ എയർബിഎൻബിയുടെ നമ്പർ അനുസരിച്ച് കീ എടുക്കാം. അങ്ങനെ നമ്മൾ എയർബിഎൻബിയിലെത്തി. ഇനി എയർബിഎൻബിയിൽ ചെന്നിട്ട് ബാർബിക്യൂ ചെയ്യണം, ജാക്യൂസിയിൽ ഇറങ്ങണം. അതിൻ്റെ എല്ലാ വിശേഷങ്ങളും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.